പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബെനിഫിറ്റ്സ് ഓഫ് ഇ കൊമേഴ്സ് ആണ്. ഇ കൊമേഴ്സിൻ്റെ ബെനിഫിറ്റ്സിനെ കുറിച്ചാണ് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഇതിനകത്ത് പറയാൻ പോകുന്നത്. ഇ കൊമേഴ്സിനെ കുറിച്ചും അതുപോലെ തന്നെ ഇ കൊമേഴ്സിൻ്റെ മോഡൽസുകളെ കുറിച്ചൊക്കെ നമ്മൾ പല വീഡിയോസുകൾ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. അത് കാണുന്നതിന് വേണ്ടിയിട്ട് ഇ കൊമേഴ്സിൻ്റെ പ്ലേലിസ്റ്റ് സന്ദർശിച്ചാൽ മതി. അപ്പോൾ നമുക്ക് നോക്കാം എന്തെല്ലാം ബെനിഫിറ്റ്സുകളാണ് ഇ കൊമേഴ്സിലുള്ളത്. ഇപ്പോൾ ഈ ബെനിഫിറ്റ്സിനെ പല കാറ്റഗറികളായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ബെനിഫിറ്റ്സ് ഓഫ് ഇ കൊമേഴ്സ് ടു ഓർഗനൈസേഷൻ ഉണ്ട്, അതുപോലെ തന്നെ ബെനിഫിറ്റ്സ് ഓഫ് ഇ കൊമേഴ്സ് ടു കൺസ്യൂമേഴ്സ് ഉണ്ട്, അതുപോലെ ബെനിഫിറ്റ്സ് ഓഫ് ഇ കൊമേഴ്സ് ടു സൊസൈറ്റി. അങ്ങനെ 3 കാറ്റഗറി ഉണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ആദ്യത്തെ കാറ്റഗറി ബെനിഫിറ്റ്സ് ഓഫ് ഇ കൊമേഴ്സ് ടു ബിസിനസ് ഓർഗനൈസേഷൻ. ഒരു ബിസിനസ് ഓർഗനൈസേഷന് ഇ കൊമേഴ്സ് കൊണ്ട് എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് കിട്ടുന്നത് എന്നുള്ളതാണ്. ഇലക്ട്രോണിക് കൊമേഴ്സ് കണ്ടക്ട് ചെയ്യുന്നതിലൂടെ ഓർഗനൈസേഷനുള്ള ബെനിഫിറ്റ്സുകൾ എന്തൊക്കെയാണ്? 1 by 1 ആയിട്ട് നമുക്ക് നോക്കാം. അതിൽ ഒന്നാമത്തതാണ് ഇൻ്റർനാഷണൽ മാർക്കറ്റ്. ദ മാർക്കറ്റ് ഫോർ എ വെബ് ബേസ്ഡ് ബിസിനസ് ഈസ് നോട്ട് റെസ്ട്രിക്റ്റഡ് ബൈ എനി ജിയോഗ്രഫിക്കൽ ബൗണ്ടറീസ്. അതായത് നമ്മൾ ഇൻ്റർനെറ്റിനകത്തൂടി വ്യാപാരം നടത്തുന്ന സമയത്ത് അല്ലെങ്കിൽ ഇ കൊമേഴ്സ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു ജോഗ്രഫിക്കൽ ബൗണ്ടറി റെസ്ട്രിക്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. നമുക്ക് ഇന്ത്യയിൽ മാത്രമല്ല, ഇന്ത്യക്ക് അകത്തും പുറത്തും വ്യാപാരം നടത്താനുള്ള സംവിധാനം, സൗകര്യം എന്തിനുണ്ട്? ഇ കൊമേഴ്സിലുണ്ട്. അപ്പോൾ ഇ കൊമേഴ്സിൻ്റെ പ്രധാനപ്പെട്ട ഒരു ബെനിഫിറ്റ്സ് ഓർഗനൈസേഷന് കിട്ടുന്നത് ഇൻ്റർനാഷണൽ മാർക്കറ്റ് അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ രാജ്യങ്ങളിലേക്ക് കമ്പനിയുടെ പ്രോഡക്റ്റുകൾ അവർക്ക് വിൽപ്പന ചെയ്യാം എന്നുള്ളതാണ്. അതാണ് ഒന്നാമത്തെ ബെനിഫിറ്റ് വരുന്നത്. രണ്ടാമത്തതാണ് ഓപ്പറേഷണൽ കോസ്റ്റ് സേവിങ്. പ്രവർത്തന ചിലവ് കുറയ്ക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. ഇലക്ട്രോണിക് കൊമേഴ്സിലൂടെ നമ്മൾ വ്യാപാരം നടത്തുന്ന സമയത്ത് ഒരു ട്രഡീഷണൽ കൊമേഴ്സിനെ വെച്ച് നോക്കുന്ന സമയത്ത് അതിൻ്റെ ഓപ്പറേഷണൽ കോസ്റ്റ് വളരെ കുറവാണ്. ദ കോസ്റ്റ് ഓഫ് ക്രിയേറ്റിംഗ്, പ്രോസസ്സിംഗ്, ഡിസ്ട്രിബ്യൂട്ടിംഗ്, സ്റ്റോറിംഗ് ആൻഡ് റിട്രീവിങ് പേപ്പർ ബേസ്ഡ് ഇൻഫർമേഷൻ ഹാസ് ഡിക്രീസ്ഡ്. ഇപ്പോൾ പല മേഖലകളിലും, ഇപ്പം ക്രിയേറ്റ് ചെയ്യുന്നതിലും പ്രോസസ്സ് ചെയ്യുന്നതിലും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിലും സ്റ്റോർ ചെയ്യുന്നതിലും അതുപോലെ തന്നെ പേപ്പർ ബേസ്ഡ് വർക്ക് ചെയ്യുന്നതിലും ഒക്കെ നമുക്ക് ഒരുപാട് ലാഭങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് പണം ഇതിലൂടെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഈ ഓപ്പറേഷണൽ കോസ്റ്റ് സേവിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ട്രഡീഷണൽ കോമേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ ഇ കൊമേഴ്സിലേക്ക് വരുമ്പോൾ കുറേ അധികം ഓപ്പറേഷണൽ കോസ്റ്റ് നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കും. ഇനി മൂന്നാമത്തത് നോക്കാം, റെഡ്യൂസ്ഡ് ഇൻവെൻട്രീസ് ആൻഡ് ഓവർ ഹെഡ്. ഇ കൊമേഴ്സിൻ്റെ ഏറ്റവും നല്ലൊരു ബെനിഫിറ്റ്സ് ഓർഗനൈസേഷന് കിട്ടുന്നത് ഒരുപാട് ഇൻവെൻട്രീസ് സ്റ്റോക്ക് ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ്. ഇ കൊമേഴ്സ് ഫേംസ് നീഡ് നോട്ട് ടു സ്റ്റോക്ക് ലാർജ് ഇൻവെൻട്രി. ഒരുപാട് ഇൻവെൻട്രീസ് സ്റ്റോക്ക് ചെയ്യേണ്ട ആവശ്യം ഇല്ല. This is because of the online collecting the customer order and then delivering through JIT, that is just in time manufacturing. അതായത് ഇവിടെ പറയുന്നത് ഓർഡർ ചെയ്യുന്ന സമയത്ത് തന്നെ പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിച്ചോ അല്ലെങ്കിൽ പ്രൊഡക്റ്റ് നമ്മൾ എടുത്തിട്ടോ കസ്റ്റമേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും? കൊടുക്കാൻ പറ്റും. അപ്പോൾ അല്ലാതെ നമ്മൾ കുറേയേറെ പ്രൊഡക്റ്റ് ഉണ്ടാക്കി ഇങ്ങനെ സൂക്ഷിച്ചു വെക്കേണ്ട ആവശ്യം ഇല്ല. ഓർഡറുകൾക്കനുസരിച്ച് പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? കസ്റ്റമേഴ്സിന് കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ വളരെ കുറഞ്ഞ ഓർഡറുകൾക്കനുസരിച്ച് കുറഞ്ഞ പ്രൊഡക്റ്റുകൾ മാത്രം നമുക്ക് സ്റ്റോക്ക് ചെയ്തുകൊണ്ട് സാധനങ്ങൾ അവരിലേക്ക് എത്തിക്കാൻ പറ്റും. അതാണ് റെഡ്യൂസ്ഡ് ഇൻവെൻട്രീസ് ആൻഡ് ഓവർ ഹെഡ് എന്ന് പറയുന്നത്. നമ്മൾ ട്രഡീഷണൽ കൊമേഴ്സ് കണ്ടക്ട് ചെയ്യുന്ന പോലെ ഒരുപാട് സ്റ്റോക്ക് ഇവിടെ ചെയ്യേണ്ട ആവശ്യമില്ല. ഇതാണ് ഓർഗനൈസേഷൻ കിട്ടുന്ന മറ്റൊരു ബെനിഫിറ്റ്. പിന്നെ അടുത്തതാണ് മാസ് കസ്റ്റമൈസേഷൻ. മാസ് കസ്റ്റമൈസേഷൻ എന്നോട് ഉദ്ദേശിക്കുന്നത് ഇ കൊമേഴ്സ് ഹാസ് റെവല്യൂഷനൈസ്ഡ് ദ വേ ഓഫ് കൺസ്യൂമേഴ്സ് മേ ബൈ ഗുഡ്സ് ആൻഡ് സർവീസസ്. ഇൻ ദ ഇ കൊമേഴ്സ് എൻവയോൺമെൻറ്റ് ഫേംസ് ആർ ഏബിൾ ടു കസ്റ്റമൈസ് their product and services to the consumers' requirements. മാസ് കസ്റ്റമൈസേഷൻ എന്നിവിടെ ഉദ്ദേശിക്കുന്നത് കസ്റ്റമേഴ്സിൻ്റെ റിക്വയർമെൻറ്റ്സിനനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ ആവശ്യകതകൾക്കനുസരിച്ച് നമുക്ക് സാധനങ്ങളും സേവനങ്ങളും ഒക്കെ അവരിലേക്ക് എത്തിക്കാൻ പറ്റും, അല്ലെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് അവർക്ക് ഒരുക്കി കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ്
മാസ് കസ്റ്റമൈസേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവരുടെ റിക്വയർമെൻറ്റ്സ് എന്താണോ, കസ്റ്റമേഴ്സിൻ്റെ അല്ലെങ്കിൽ അത് വാങ്ങുന്ന ആളുകളുടെ റിക്വയർമെൻറ്റ്സ് എന്താണോ അതിനനുസരിച്ച് നമ്മുടെ പ്രോഡക്റ്റും സർവീസസും നമുക്ക് ലഭ്യമാക്കി കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് മാസ് കസ്റ്റമൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തതാണ് ലോവർ ടെലി കമ്മ്യൂണിക്കേഷൻ കോസ്റ്റ്. ഇനി ഇ കൊമേഴ്സിലൂടെ വ്യാപാരം നടത്തുന്ന സമയത്ത് ഇവിടെ ടെലി കമ്മ്യൂണിക്കേഷൻ കോസ്റ്റ് കുറവാണ് എന്നാണ് പറയുന്നത്. ഇൻ്റർനെറ്റ് ഈസ് മച്ച് ചീപ്പർ ദാൻ ദ വാല്യൂ ആഡഡ് നെറ്റ്വർക്ക്. വാല്യൂ ആഡഡ് നെറ്റ്വർക്കിനെക്കാട്ടിലും ചീപ്പറാണ് എന്ത്, ഇൻ്റർനെറ്റ്. അതുകൊണ്ട് തന്നെ നമുക്ക് ടെലി കമ്മ്യൂണിക്കേഷൻ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ സാധിക്കും. ദെൻ ദ ലാസ്റ്റ് വൺ ഈസ് ഡിജിറ്റൈസേഷൻ ഓഫ് പ്രോഡക്റ്റ് ആൻഡ് പ്രോസസ്സ്. നമ്മുടെ പ്രോഡക്റ്റുകളെയും അതുപോലെ തന്നെ പ്രോസസ്സിനെയൊക്കെ ഡിജിറ്റൈസേഷൻ, അതായത് ഡിജിറ്റലൈസ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. ഉദാഹരണത്തിന് ഡിജിറ്റൈസേഷൻ ഓഫ് പ്രോഡക്റ്റ് പ്രോസസ്സസ്, പെർട്ടിക്കുലർലി ഇൻ കേസ് ഓഫ് സോഫ്റ്റ്വെയർ, മ്യൂസിക്, വീഡിയോ പ്രോഡക്റ്റ് വിച്ച് ക്യാൻ ബി ഡൗൺലോഡഡ് ആൻഡ് മെയിൽഡ് directly to customers via the internet or digital or electronic format within 24 time. അതായത് നമ്മളുടെ കയ്യിലുള്ള പ്രോഡക്റ്റുകളെ, ഉദാഹരണം പറയുകയാണെങ്കിൽ സോഫ്റ്റ്വെയറുകളോ അല്ലെങ്കിൽ മ്യൂസിക് വീഡിയോ പ്രോഡക്റ്റുകളോ ഇവയൊക്കെ ഡൗൺലോഡബിൾ ഫോർമാറ്റിൽ അല്ലെങ്കിൽ നേരിട്ട് മെയിൽ ചെയ്യാവുന്ന രീതിയിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. അതിനെ ഡിജിറ്റലൈസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അതുമാത്രമല്ല ഇത് 24 hours നമുക്ക് ഈ ഓൺലൈനിലൂടെ വ്യാപാരം നടത്താനും സാധിക്കും എന്നുള്ളതാണ്. അതാണ് ഡിജിറ്റൈസേഷൻ ഓഫ് പ്രോഡക്റ്റ് ആൻഡ് പ്രോസസ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇതൊക്കെ ഓർഗനൈസേഷന് കിട്ടുന്ന ബെനിഫിറ്റ്സുകളാണ്. ഇനി നമുക്ക് പഠിക്കേണ്ടത് ബെനിഫിറ്റ്സ് ഓഫ് ഇ കൊമേഴ്സ് ടു കൺസ്യൂമേഴ്സ്. കൺസ്യൂമേഴ്സിന് എന്തെല്ലാം ബെനിഫിറ്റ്സുകളാണ് ഉള്ളത് എന്നാണ് നമുക്ക് നോക്കേണ്ടത്. അതിലൊന്നാമത്തതാണ് ഈസി ആക്സസിബിലിറ്റി. ഈസി ആക്സസിബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൺസ്യൂമേഴ്സിന് ഇൻ്റർനെറ്റിനകത്തേക്ക് പ്രവേശിക്കാൻ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഇ കൊമേഴ്സ് വെബ്സൈറ്റുകളുടെ അകത്തേക്ക് പ്രവേശിക്കാൻ വളരെ എളുപ്പമാണ്. ഒരു ഇൻ്റർനെറ്റോ കമ്പ്യൂട്ടറോ ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് അതിനകത്തേക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുമാത്രമല്ല 24 hours ഈ വെബ്സൈറ്റ് ഓപ്പൺ ആയിരിക്കും എന്നുള്ളതും ഒരു പ്രത്യേകതയാണ്. നമുക്ക് എപ്പോഴാണ് നമുക്ക് കൺവീനിയൻസ് ആയ സമയമുള്ളത് ആ സമയത്ത് എന്ത് ചെയ്യാൻ പറ്റും, അതിനകത്ത് കയറിയിട്ട് പ്രൊഡക്റ്റുകൾ സെർച്ച് ചെയ്യാനോ ഓർഡർ ചെയ്യാനോ ഒക്കെ സാധിക്കും. അതാണ് ഈസി ആക്സസിബിലിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തതാണ് മോർ ചോയ്സസ്. മോർ ചോയ്സസ് പറഞ്ഞാൽ കസ്റ്റമേഴ്സ് ക്യാൻ നൗ ചൂസ് വൈഡ് റേഞ്ച് ഓഫ് പ്രോഡക്റ്റ് ആൻഡ് കസ്റ്റമൈസ്. ഹി ക്യാൻ ബൈ ഗുഡ്സ് ആൻഡ് സർവീസസ് ഈവൻ ഫ്രം ഇൻ്റർനാഷണൽ സപ്ലയേഴ്സ്. അതായത് ഒരു കൺസ്യൂമർക്ക് വൈഡ് ചോയ്സ് ആണ്. അതായത് നമ്മളൊരു ഇ കൊമേഴ്സ് വെബ്സൈറ്റിനകത്തേക്ക് പ്രവേശിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഒരുപാട് കമ്പനികളുടെ പ്രോഡക്റ്റുകൾ അതിനകത്തുണ്ടാവും. അപ്പോൾ നമുക്ക് ഇഷ്ടം പോലെ ചോയ്സസുകൾ ഉണ്ടാവും. ആവശ്യമുള്ള പ്രോഡക്റ്റ് ഈവൻ ഇൻ്റർനാഷണൽ സപ്ലയേഴ്സിൻ്റെ കയ്യിൽ നിന്ന് വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സാധനങ്ങൾ വാങ്ങാൻ പറ്റും. അതാണ് കൺസ്യൂമേഴ്സിൻ്റെ കിട്ടുന്ന മറ്റൊരു ബെനിഫിറ്റ്സ്. പിന്നെ പ്രൈസ് കമ്പാരിസൺ ആണ് അടുത്തത്. പ്രൈസ് കമ്പാരിസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കൺസ്യൂമേഴ്സ് ഒരു പ്രോഡക്റ്റ് വാങ്ങുന്ന സമയത്ത് ഇപ്പോൾ ഒന്നിൽ കൂടുതൽ ഇ കൊമേഴ്സ് വെബ്സൈറ്റുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ആ വെബ്സൈറ്റുകളിലൊക്കെ കയറിയിട്ട് പ്രോഡക്റ്റിൻ്റെ വില എന്ത് ചെയ്യാൻ പറ്റും, കമ്പയർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു വെബ്സൈറ്റിൽ എത്രയാണ് ഒരു പ്രൊഡക്റ്റിന് വില കൊടുത്തിരിക്കുന്നത്, അതേ പ്രൊഡക്റ്റിന് മറ്റൊരു വെബ്സൈറ്റിൽ എത്രയാണ് വില കൊടുത്തിരിക്കുന്നത്, ഓഫറുകളുണ്ടോ, ഇതൊക്കെ ചെക്ക് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രൈസ് കമ്പയർ ചെയ്തിട്ട് സാധനം വാങ്ങാൻ പറ്റും. അതാണ് ഇ കൊമേഴ്സ് വെബ്സൈറ്റ് കൊണ്ട് അല്ലെങ്കിൽ ഇ കൊമേഴ്സ് കൊണ്ട് കൺസ്യൂമേഴ്സിന് കിട്ടുന്ന മറ്റൊരു ബെനിഫിറ്റ്സ്. ദെൻ അടുത്തതാണ് ഇംപ്രൂവ്ഡ് ഡെലിവറി പ്രോസസ്സസ്. ഇംപ്രൂവ്ഡ് ഡെലിവറി പ്രോസസ്സ് എന്നുണ്ടെങ്കിൽ ദിസ് ക്യാൻ റേഞ്ച് ഫ്രം ദ ഇമ്മീഡിയറ്റ് ഡെലിവറി ഓഫ് ഡിജിറ്റലൈസ്ഡ് ഓർ ഇലക്ട്രോണിക്സ് ഗുഡ്സ് സച്ച് ആസ് സോഫ്റ്റ്വെയർ, ഓഡിയോ വിഷ്വൽ ഫയൽസ്, ഡൗൺലോഡിംഗ് വൈ ദ ഇൻ്റർനെറ്റ്, ടു ഓൺലൈൻ മാർക്കറ്റിംഗ് പ്രോഗ്രസ്, പാക്കേജിംഗ് ബീയിങ് ഡെലിവേർഡ് ബൈ മെയിൽ ഓർ കൊറിയർ. ഇപ്പോൾ പല രീതിയിൽ നമുക്ക് ഡെലിവറി പ്രോസസ്സ് വളരെ എളുപ്പമാണ്. നമുക്കൊരു മ്യൂസിക് ഫയൽ വാങ്ങണമെന്ന് വിചാരിക്കാം. ഇപ്പോൾ നമ്മൾ ക്യാഷ് പേയ്മെൻറ്റ് നടത്തുന്ന സമയത്ത് ഓൾറെഡി നമ്മുടെ സിസ്റ്റത്തിനകത്തേക്ക് അത് ഡൗൺലോഡ് ചെയ്തിടാൻ സാധിക്കും.
അപ്പോൾ നമുക്ക് അവിടെ ഡെലിവറി നമുക്ക് വളരെ ഈസി ആയിട്ട് കിട്ടി. ഇനി നമ്മളൊരു പ്രോഡക്റ്റ് ഓർഡർ ചെയ്തു. അപ്പോൾ അത് മെയിലായിട്ടോ കൊറിയറായിട്ടോ എന്ത് ചെയ്യും നമ്മളിലേക്ക് എത്തിച്ചേരും. അപ്പോൾ ഇന്ന് ഒരുപാട് കൊമേഴ്സ് വെബ്സൈറ്റുകൾ അവരുടെ ഡെലിവറി പ്രോസസ്സ് വളരെ സ്പീഡാക്കുകയും അതുപോലെ തന്നെ കസ്റ്റമർക്ക് അനുയോജ്യമായ രീതിയിൽ ഡെലിവറി പ്രോസസ്സുകൾ നടത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇംപ്രൂവ്ഡ് ഡെലിവറി പ്രോസസ്സ് എന്നുള്ളതും കസ്റ്റമേഴ്സിന് കിട്ടുന്ന ഒരു ബെനിഫിറ്റാണ്. അപ്പോൾ ഇത്രയും ബെനിഫിറ്റ്സുകളാണ് കൊമേഴ്സ് കൊണ്ട് കൺസ്യൂമേഴ്സിന് കിട്ടുന്നത്. ഇനി നമുക്ക് നോക്കേണ്ടത് ബെനിഫിറ്റ്സ് ഓഫ് കൊമേഴ്സ് ടു സൊസൈറ്റി. സൊസൈറ്റിക്ക് കൊമേഴ്സ് കൊണ്ട് എന്തൊക്കെ ബെനിഫിറ്റ്സുകളാണ് കിട്ടുന്നത്? അതിലൊന്നാമത്തതാണ് ഫ്ലെക്സിബിൾ വർക്കിംഗ് പ്രാക്ടീസസ്. ഫ്ലെക്സിബിൾ വർക്കിംഗ് പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ കൊമേഴ്സ് എനേബിൾസ് മോർ ഫ്ലെക്സിബിൾ വർക്കിംഗ് പ്രാക്ടീസസ്. കൊമേഴ്സ് കുറച്ചുകൂടി എന്താണ് വർക്കിംഗ് പ്രാക്ടീസസ് ഫ്ലെക്സിബിൾ ആണ്, വിച്ച് എൻഹാൻസസ് ദ ക്വാളിറ്റി ഓഫ് ലൈഫ് ഓഫ് പീപ്പിൾ ഇൻ സൊസൈറ്റി. ഇങ്ങനെ വർക്കിംഗ് പ്രാക്ടീസസ് ഫ്ലെക്സിബിൾ ആയതുകൊണ്ട് തന്നെ ആളുകളുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് എന്ത് ചെയ്യും ഇംപ്രൂവ് ചെയ്യും എന്നുള്ളതാണ്. എൻഹാൻസിങ് ദം ടു വർക്ക് ഫ്രം ഹോം. വീട്ടിലിരുന്നു കൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും അവർക്ക് ജോലി ചെയ്യാനൊക്കെ സാധിക്കും. അപ്പോൾ ഈ ഒരു ഗുണം എന്ത് ചെയ്യുന്നുണ്ട് സൊസൈറ്റിക്ക് കിട്ടുന്നുണ്ട് കൊമേഴ്സ് കൊണ്ട്. അടുത്തതാണ് കണക്ട് പീപ്പിൾ. കണക്ട് പീപ്പിൾ എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് ഓൾസോ ഹെൽപ്പ് ഇൻ ദ ബോത്ത് ഡെവലപ്പിംഗ് കൺട്രീസ് ആൻഡ് റൂറൽ ഏരിയാസ് ടു എൻജോയ് ആൻഡ് ആക്സസ് പ്രോഡക്റ്റ് സർവീസസ് ഇൻഫർമേഷൻ ആൻഡ് അതർ പീപ്പിൾ. അതായത് ഡെവലപ്പിംഗ് കൺട്രീസിനും അതുപോലെ തന്നെ റൂറൽ ഏരിയയിലുള്ള ആളുകൾക്കുമൊക്കെ പ്രോഡക്റ്റുകൾ ആക്സസ് ചെയ്യാനും അവരുടെ സർവീസസുകൾ മനസ്സിലാക്കാനും ഇൻഫർമേഷൻസുകളൊക്കെ എന്ത് ചെയ്യും ലഭ്യമാവും. അപ്പോൾ കൂടുതൽ ആളുകളെ തമ്മിൽ കണക്റ്റ് ചെയ്യിക്കാൻ എന്തുകൊണ്ട് സാധിക്കും കൊമേഴ്സ് കൊണ്ട് സാധിക്കും. അത് സൊസൈറ്റിക്ക് കിട്ടുന്നൊരു ഗുണമാണല്ലോ. സൊസൈറ്റിയിലുള്ള ആളുകൾക്ക് പരസ്പരം ഒരു കണക്ഷൻസ് ഉണ്ടാക്കിയെടുക്കാൻ ഇതുകൊണ്ട് സാധിക്കും. ദെൻ ഫെസിലിറ്റേറ്റ് ഡെലിവറി ഓഫ് പബ്ലിക് സർവീസസ്. ഫെസിലിറ്റേറ്റ് ഡെലിവറി ഓഫ് പബ്ലിക് സർവീസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊമേഴ്സ് ഓൾസോ ഫെസിലിറ്റേറ്റ് ഡെലിവറി ഓഫ് പബ്ലിക് സർവീസസ്. ഫോർ എക്സാമ്പിൾ, പബ്ലിക് ക്യാൻ മേക്ക് യൂസ് ഓഫ് ഹെൽത്ത് സർവീസസ് അവൈലബിൾ ഓവർ ദ ഇൻ്റർനെറ്റ്. അതായത് പബ്ലിക്കിന് പൊതുജനങ്ങൾക്ക് പലതരത്തിലുള്ള ഫെസിലിറ്റികൾ ഇൻ്റർനെറ്റിൽ നിന്നും ഉപയോഗിക്കാൻ പറ്റും. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഫ്രീ ഹെൽത്ത് സർവീസസ് അവൈലബിൾ ഇൻ ഇൻ്റർനെറ്റ്. ഇൻ്റർനെറ്റിലുള്ള ഒരു ഹെൽത്ത് സർവീസസ് എന്ത് ചെയ്യാൻ പറ്റും ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഓൺലൈൻ കൺസൾട്ടേഷൻ വിത്ത് ഡോക്ടേഴ്സ്, നേഴ്സ്, അതുപോലെ ചില ഘട്ടങ്ങളിൽ ഓൺലൈനായിട്ടുള്ള കൺസൾട്ടേഷൻസ് നമുക്ക് കിട്ടും ഡോക്ടേഴ്സുമായിട്ടും നേഴ്സുമായിട്ടും. അങ്ങനെ പലതരത്തിലുള്ള ബെനിഫിറ്റ്സുകൾ ഇങ്ങനെ കൊമേഴ്സിലൂടെ സൊസൈറ്റിക്ക് എന്ത് ചെയ്യുന്നുണ്ട് ലഭിക്കുന്നുണ്ട്. അപ്പം ഇത്രയും ബെനിഫിറ്റ്സുകളാണ് സൊസൈറ്റിക്ക് കിട്ടുന്നത് കൊമേഴ്സ് കൊണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഉപകാരപ്രദമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.